അത് തിന്നാൻ വന്ന പട്ടികളെ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. കൃത്യം 90 ദിവസങ്ങൾക്കപ്പുറം ആ കുട്ടിയിൽ അതികഠിനമായ ചൂട്, മുറിവൊക്കെ ഉണങ്ങി സ്കൂളിൽ പോയി തുടങ്ങി, പുസ്തകങ്ങൾ വാങ്ങി, കുട്ടിക്ക് ചൂട് കൂടുകയാണ്. കുട്ടിയെ കാണിക്കുന്ന പീഡിയാട്രിഷനെ കാണിച്ചപ്പോൾ പട്ടി കടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം മങ്ങുന്നു. ടെസ്റ്റുകൾ എടുക്കുന്നു, കുട്ടിയെ SUT മാറ്റാൻ ആവശ്യപ്പെട്ടു. ഡോക്ടർ പറയുന്നു അവൾക്കുള്ള അവസാനത്തെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധിച്ചു കൊടുക്കണം. ഉമ്മയുടെ സഹോദരിയോട് പറയുന്നത്, നീ വരുമ്പോൾ എനിക്കൊരു കേക്ക് മേടിച്ചിട്ട് വരണം എൻ്റെ മകൾക്ക് കൊടുക്കാൻ. ആ കേക്ക് വായിലേക്ക് വെച്ച് കൊടുക്കുക. കുഞ്ഞു പറയുന്നത്, ഒന്നിനും സ്വാദില്ലമ്മേ, പതുക്കെ 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 പതുക്കെ. വാക്സിൻ എടുക്കണമെങ്കിൽ ടെസ്റ്റ് ഡോസ് അടിക്കണം. ആ കുട്ടിയുടെ ടെസ്റ്റ് ഡോസ് അടിക്കാൻ പോലും വേണ്ട 1.5 മണിക്കൂർ നേരെ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടടിച്ചു. എന്താ വിഷയം എന്ന് പറഞ്ഞാൽ, എന്താ പറ്റിയ പട്ടി കടിച്ചു, എവിടെ വളരെ നിരുത്തരവാദിത്തപരമായി പിന്നീട് ഒരു മുറിവ് കാട്ടിക്കൊടുക്കുക. കുട്ടിയെ പരിശോധിക്കാൻ പോലും ആ ലേഡി ഡോക്ടർ തയ്യാറായില്ല. ഈ മുറിവ് മാത്രമേ ഉള്ളൂ, പേവിഷബാധ ഏൽക്കില്ല. കാരണം സർക്കാരിനെ വിശ്വസിക്കല്ലേ, സർക്കാർ കൊടുക്കുന്ന മരുന്നല്ലേ, സർക്കാർ സംവിധാനങ്ങളിൽ കൊടുക്കുന്ന മരുന്നല്ലേ. വീണ്ടും ആ അമ്മ കുട്ടിയും നെഞ്ചൊത്ത് പിടിച്ചുകൊണ്ട് കാഷ്വാലിറ്റി ചെന്നിട്ട് അവരോട് പറയാണ്, രോഹിതേട്ടാ, കഴിഞ്ഞ ആഴ്ച 24 ന്യൂസിൽ തമ്മിൽ പരിപാടിയിൽ നായപ്പേടിയിൽ നാട് എന്ന് പറഞ്ഞൊരു ചർച്ച നടന്നിരുന്നു. അതിൽ കുറേയേറെ പേർ പങ്കെടുത്തിരുന്നു. അതിൽ തന്നെ നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള നിയ ഫൈസൽ, നമ്മൾ വേദനയോടെ കേട്ടൊരു വാർത്തയായിരുന്നു, ഒരു കുഞ്ഞ് പേവിഷബാധയേറ്റ് മരിച്ച സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ആ പെൺകുട്ടിയുടെ അമ്മ ഇപ്പോഴും നിയമ പോരാട്ടത്തിലാണ്. തൻ്റെ കുഞ്ഞിന് നീതി വേണം എന്നൊക്കെ ആവശ്യപ്പെട്ട് ഇപ്പോഴും നിയമ പോരാട്ടത്തിലാണ്. അവർക്ക് ആവശ്യം എന്ന് പറയുന്നത് കുറച്ച് ഡേറ്റകളാണ്. അതുപോലും ലഭിക്കാതെ 9 മാസത്തോളം അവർ പോരാടുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ആരോഗ്യവകുപ്പാണോ അതോ ഈ പറഞ്ഞ നിയ ഫൈസലിന്റെ ഉമ്മയാണോ വിജയിക്കുക? അതൊരു വല്ലാത്ത ചോദ്യമാണ്. പക്ഷേ നോക്കൂ, വിജയിക്കേണ്ടത് നിയ ഫൈസലിന്റെ ഉമ്മയാണ് വിജയിക്കേണ്ടത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, 7 വയസ്സ്. ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. ഈ കുട്ടിയുടെ വീട് തൊട്ടപ്പുറത്തെ പഞ്ചായത്താണ്. ഈ വാഹനങ്ങളിൽ മീനും ഇറച്ചിയൊക്കെ കച്ചവടം ചെയ്യുന്നവർ അവർ റോഡിൻ്റെ സൈഡിലൊക്കെ ഈ വേസ്റ്റ് കൊണ്ട്. ഇപ്പോൾ ആ കുട്ടിയുടെ വീടിൻ്റെ അടുത്തേക്കുള്ള ലാൻഡ്മാർക്ക് എന്താണെന്ന് വെച്ചാൽ, പഞ്ചായത്ത് വെച്ചിരിക്കുന്ന ഒരു CCTV ക്യാമറയുടെ അടുത്താണ്. വഴി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒന്ന്. ആ ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ടേക്ക് തിരിയുമ്പോൾ അവിടെ ഒരു CCTV ക്യാമറ വെച്ചിട്ടുണ്ട് പഞ്ചായത്ത്. അവിടെ നിന്ന് വലത്തേക്ക് തിരിയുമ്പോൾ ഉള്ള വീടാണ് എന്നാണ് എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നത്. എന്തിനാ CCTV വെച്ചേ? അവിടെ വേസ്റ്റ് കൊണ്ട് വന്നിടും, ഇത് തിന്നാൻ പട്ടി വരും. ഈ പച്ചമാംസവും പച്ചമീനുമൊക്കെ തിന്നുന്ന പട്ടിക്ക് മനുഷ്യനെ കടിക്കാനുള്ള ത്വര കൂടും എന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ടും കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടിക്ക് നായയുടെ കടി ഏൽക്കുന്നതിൻ്റെ തലേ ദിവസം മുതൽ ഒരു പട്ടി അവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ ഉമ്മായുടെ സഹോദരിക്ക് ഇവരുടെ വീടിൻ്റെ തൊട്ട് മുന്നിൽ ഒരു പുതിയ വീടിൻ്റെ പണി നടക്കുന്ന പണിക്കാരൊക്കെ ഉണ്ട്. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ പണിക്കാരോടൊക്കെ പോയി സഹകരിക്കാനും ഈ പണിക്ക് നടക്കുന്നതൊക്കെ പോയി ചുറ്റിക്കറങ്ങി നിൽക്കാനൊക്കെ വലിയ താല്പര്യമുണ്ടാവും. ഈ കുട്ടിയുടെ അമ്മ ഈ കുട്ടിയെ ഹോളിൽ ഇരുത്തിയിട്ട് അടുക്കളപ്പുറത്ത് നിൽക്കുമ്പോഴാണ് ഈ പട്ടിയെ അടുക്കള ഭാഗത്ത് കാണുന്നത്. തൊട്ടപ്പുറത്തെ വീട്ടിൽ പിഞ്ചു കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് ഈ അമ്മ ആ പട്ടി അവിടെ നിന്ന് കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ചു വിടുകയാണ്, കുട്ടികളെ ആക്രമിക്കാതിരിക്കും. പക്ഷേ ഈ അമ്മയുടെ വിചാരം എന്താ, മോള് പെരയ്ക്കുള്ളിലാണല്ലോ. ഈ സമയത്താണ് ഈ കുട്ടി തൊട്ടപ്പുറത്തെ വീട്ടിൽ ഈ പണിക്കാരുള്ള അടുത്തേക്ക് ഇറങ്ങുന്നത്, മുറ്റത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ബാക്കിൽ നിന്ന് ഓടിച്ചു വിട്ട പട്ടി മുന്നിലേക്ക് വരുമ്പോൾ ഈ കുട്ടിയെ കാണുന്നു. ഈ കുട്ടിക്ക് നേരെ ആക്രമിക്കുകയാണ്. ആ കുട്ടിയുടെ കയ്യിൽ ഈ ഭാഗത്താണ് ആദ്യം കടി വീഴുന്നത്. അത് വിട്ടില്ല ഈ പട്ടി. അതായത് കടിച്ചു പറിച്ചെടുക്കുക എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. കുട്ടിയുടെ നിലവിളി കേട്ടിട്ട് ഈ ഉമ്മായും അപ്പുറത്തെ പണിക്കാരും ഒക്കെ ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച, ഈ പട്ടി ഈ കുട്ടിയെ നിലത്തിട്ട് ഉരുട്ടുകയാണ്. ഈ കുട്ടിയുടെ കൈയുടെ ബാക്ക് സൈഡിലൊക്കെ കടിയേറ്റിട്ടുണ്ട്. ഈ മുറിവ് ഒരു വല്ലാത്ത മുറിവാണ്. ആളുകളൊക്കെ ഓടിച്ചെന്നു പട്ടിയെ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കുട്ടിയെ വിട്ടിട്ട് ഓടി. അപ്പോൾ നമുക്കാണെങ്കിൽ പോലും ഒരു പട്ടി നമുക്ക് നേരെ പാഞ്ഞെടുത്താൽ നമ്മുടെ മാനസികാവസ്ഥ എങ്ങോട്ട് പോകുന്നുള്ളത് നമുക്ക്. അതെ, നമ്മൾ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വണ്ടിയുടെ പുറകെ പട്ടിയോടും, അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു പാനിക് ഉണ്ട്, നമ്മൾ പെട്ടെന്ന് പാനിക്കാവും. അപ്പോൾ ഒരു കൊച്ചുകുട്ടി റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ ഒരു പട്ടി വന്ന് കടിക്കുക, അതിനെ രക്ഷപ്പെടുത്താൻ പറ്റാണ്ടിരിക്കുക, കുറെ നേരം അതുമായിട്ട്. ഒരു പക്ഷേ ആ കെട്ടിട നിർമ്മാണ തൊഴിലാളികളോ ഉമ്മായോ ഇല്ലായിരുന്നെങ്കിൽ
ആ പട്ടി ആ കുട്ടി ആ സ്പോട്ടിൽ കൊന്നേനെ. കാരണം 7 വയസ്സുകാരി എന്ന് പറയുമ്പോൾ എന്തുണ്ട്, ഒരു 10-18 കിലോ ശരീരമാണ്. കടിച്ച് കൊന്ന് പച്ചമാംസം തിന്നനെയായിരുന്നു തിരുവതായ. ഈ മനുഷ്യനെ പോലെ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും നമ്മുടെ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് വേണം, എല്ലാ ജീവജാലങ്ങളും വേണം. പക്ഷെ മനുഷ്യന് നേരെ പാഞ്ഞെടുക്കുമ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? നോക്കൂ, നമ്മുടെ നാട്ടിൽ പട്ടികളെ വിളിച്ചുകൊണ്ട് വന്ധ്യംകരണം നടത്തുന്നുണ്ട്, വലിയ ചടങ്ങുകൾ കാണാം. എന്നിട്ട് ഇതിനെ വീണ്ടും ഈ സ്ട്രീറ്റിലേക്കല്ലേ ഇറക്കി വിടുന്നത് അല്ലേ? ഈ സ്ട്രീറ്റിലെ പട്ടികളുടെ പ്രശ്നം എന്താ? ഇവർക്ക് ആരെങ്കിലും പ്രോപ്പറായിട്ട് ആഹാരം കൊടുക്കുന്നുണ്ടോ? ഇവരെവിടെയെങ്കിലും കിടക്കുന്ന ഈ വേസ്റ്റും പച്ചമാംസവും മീനും ഒക്കെ ആയിരിക്കും ഇത് തിന്നുന്നത്. സ്വാഭാവികമായിട്ടും മാംസത്തിൻ്റെയും ചോരയുടെയും രുചി അറിഞ്ഞ പട്ടി അതിൻ്റെ ഒരു വന്യ സ്വഭാവം വെച്ച് അതിൻ്റെ പിന്നാലെ പോകും. അങ്ങനെയാണ് മനുഷ്യനെ ആക്രമിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും സങ്കടകരമായ അവസ്ഥ എന്താണെന്നറിയോ? ഈ ഉമ്മായിക്ക് ആരെയാണ് കുറ്റം പറയേണ്ടതെന്ന് ഇപ്പോഴും അറിയില്ല. ആരാണ് തൻ്റെ മകളെ കൊന്നത്? കടിച്ച പട്ടിയോ അല്ലെങ്കിൽ ഈ തെരുവ് നായ്ക്കളെ കൃത്യമായി നിയന്ത്രിക്കേണ്ടുന്ന പഞ്ചായത്തോ അല്ലെങ്കിൽ ഈ തെരുവ് നായ്ക്കൾക്ക് കൃത്യമായ വന്ധ്യംകരണവും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടുന്ന അവിടുത്തെ വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഈ മൃഗസംരക്ഷണ വകുപ്പോ, അതുമല്ലെങ്കിൽ ആ കുട്ടിയെ അവിടെ നിന്നെടുത്ത് ആ കയ്യും മുറിവുകളും ഒക്കെ കൃത്യമായി വാഷ് ചെയ്ത് തൊട്ടടുത്ത പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചപ്പോൾ അവിടെ നിന്ന് പ്രാഥമിക ശുശ്രൂഷ നൽകി താലൂക്ക് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത് വിട്ടപ്പോൾ ഒരു ഭ്രാന്ത് പിടിച്ചൊരു പട്ടി കട്ടിച്ചു പറിച്ച ശരീരവുമായിട്ട് 7 വയസ്സുകാരിയെയും മാറത്തോടണച്ചുകൊണ്ടൊരു അമ്മ താലൂക്ക് ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്ന് കേൾക്കുന്നത് എന്താണെന്നറിയോ? പോയി ചീട്ടെടുത്തിട്ട് വരാനാണ് പറയുന്നത്. ചീട്ടെടുത്ത് ഒപ്പിയിലുള്ള ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ അയ്യോ ഇതെനിക്ക് നോക്കാൻ പറ്റില്ല, ഇവിടെ എന്തില്ല, പീഡിയാട്രിക് സർജൻ ഇല്ല, നിങ്ങൾ അവിടെ കൊണ്ട് കാണിച്ചിട്ട് വരാൻ പറയുന്നത്. ഇതിൻ്റെ മോക്ക് സമയത്ത് വാക്സിൻ എടുത്താൽ കുട്ടി രക്ഷപ്പെടും. വാക്സിൻ ഇവിടെ അല്ലേ ഉള്ളൂ. ആ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു പ്രൈവറ്റ് ആശുപത്രിയിൽ വാക്സിൻ കിട്ടുമെന്ന്. ആ അമ്മ കർണാടകയിലെ ഒരു നേഴ്സിംഗ് കോളേജിൽ വിവാഹത്തിന് മുമ്പ് നേഴ്സിംഗ് പഠിച്ച ആളാണ്. സാമ്പത്തികപരമായ പരാധീനത്തിൽ കൊണ്ട് ആ പഠനം പൂർത്തീകരിക്കാൻ പറ്റിയില്ല. വാക്സിനുകളെപ്പറ്റി ചികിത്സകളെപ്പറ്റി കൃത്യമായി അറിയാവുന്ന അമ്മയാണ്. അമ്മ പറയുന്നത്, ഞാൻ എൻ്റെ മകളുടെ കൈ സോപ്പിട്ട് വൃത്തിയായി കഴുകിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് അവരെ ഒരു സർജൻ്റെ അടുത്തേക്ക് വിടുന്നു. സർജൻ പറയുന്നത്, ഇതെനിക്കറിയില്ല, ഈ പണി എനിക്കറിയില്ല, ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനാണ് റെഫർ ചെയ്തത്. വാക്സിൻ എടുക്കണം. ശരി, വാക്സിൻ എടുക്കാം. വാക്സിൻ എടുക്കണമെങ്കിൽ ടെസ്റ്റ് ഡോസ് അടിക്കണം. ആ കുട്ടിയുടെ ടെസ്റ്റ് ഡോസ് അടിക്കാൻ പോലും വേണ്ട 1.5 മണിക്കൂർ നേരെ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടടിച്ചു. എന്നാൽ ഒരു അത്യാഹിതവുമായി ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ചെന്നാൽ ബില്ലുണ്ടാകും, ഇല്ലെന്നൊന്നും പറയില്ല. പക്ഷെ അവർ വേണ്ട ചികിത്സ കൊടുക്കും, പിന്നീട് ബില്ലടച്ചാലും മതി. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടാനൊന്നും ഈ പറയപ്പെടുന്ന പ്രൈവറ്റ് ആശുപത്രിയിലെ മാനേജ്മെൻറ്റോ ഡോക്ടർമാരോ തയ്യാറാകില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആ കുട്ടിയെ അങ്ങോട്ട് തട്ടുന്നു, ഇങ്ങോട്ട് തട്ടുന്നു. 2-2.5 മണിക്കൂർ നേരം ശേഷമാണ് ആ പെൺകുട്ടിക്ക് വാക്സിൻ ലഭിക്കുന്നത്. ആ വാക്സിൻ എടുക്കുന്നത് എങ്ങനെയാണ്? ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നോക്കിയ ഡോക്ടർമാരൊന്നുമല്ല വാക്സിൻ എടുക്കാൻ വരുന്ന പുതിയൊരു ലേഡി ഡോക്ടർ. എന്താ വിഷയം എന്ന് പറഞ്ഞാൽ, എന്താ പറ്റിയ? പട്ടി കടിച്ചു. എവിടെ? വളരെ നിരുത്തരവാദിത്തപരമായി ആ അമ്മ പറയുന്നു, നേഴ്സിംഗ് പഠിച്ചിട്ടുള്ള അമ്മ പറയുന്നു, എൻ്റെ കുട്ടിയുടെ ശരീരത്തിലേക്ക് ആവശ്യത്തിനുള്ള വാക്സിൻ ചെന്നിട്ടില്ല. ആ വലിയ മുറിവിലേക്ക് എടുത്ത വാക്സിൻ പുറത്തേക്ക് ഒഴുകിപ്പോകുന്നത് ഞാൻ കണ്ടതാണ്. പിന്നീട് ഒരു മുറിവ് കാട്ടിക്കൊടുക്കുക, കുട്ടിയെ പരിശോധിക്കാൻ പോലും ആ ലേഡി ഡോക്ടർ തയ്യാറായില്ല. അവിടെ ഒരു തുള്ളി കുത്തിവെച്ചു, അത് ഉള്ളിൽ പോയിട്ടുണ്ട്, ബാക്കി അവർ പമ്പ് ചെയ്ത് കളഞ്ഞു. ഈ അമ്മ ചോദിക്കുമ്പോൾ പറയുന്നത് എന്താ? ആ കുട്ടിയുടെ ശരീരഭാരത്തിന് ആവശ്യമായ വാക്സിൻ ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ്. വാക്സിൻ എടുത്തല്ലോ, സ്വയമായിട്ട് വാക്സിൻ എടുത്തു. ഈ മുറിവ് മാത്രമേ ഉള്ളൂ, പേവിഷബാധ ഏൽക്കില്ല. കാരണം സർക്കാരിനെ വിശ്വസിക്കല്ലേ, സർക്കാർ കൊടുക്കുന്ന മരുന്നല്ലേ, സർക്കാർ സംവിധാനങ്ങളിൽ കൊടുക്കുന്ന മരുന്നല്ലേ. വീണ്ടും ആ അമ്മ കുട്ടിയും നെഞ്ചൊത്ത് പിടിച്ചുകൊണ്ട് കാഷ്വാലിറ്റി ചെന്നിട്ട് അവരോട് പറയാണ്, എൻ്റെ കുട്ടിയുടെ കൈ ഒന്ന് ഡ്രസ്സ് ചെയ്ത് തരൂ. അയ്യോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ സോപ്പിട്ട് കഴുകിയല്ലോ, അത് തന്നെ ധാരാളം. ഇവിടെ ഡ്രസ്സ് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല, ഇവിടെ അത് ചെയ്യാൻ പറ്റില്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. പിറ്റേന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനിരിക്കുകയാണ്. ആ കുട്ടി വെറുതെ ഒരു ബാൻഡേഡെങ്കിലും കിട്ടിത്തായെന്ന് പറഞ്ഞപ്പോൾ എന്തോ തുണി വെച്ച് കെട്ടിക്കൊടുത്തു. ആ കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് നിന്ന് വീട്ടിലെത്തുന്നു. പിന്നീട് അന്ന് രാത്രി ആ കുട്ടിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. പിറ്റേന്ന് രാവിലെ അവർ കൊല്ലത്തെ തന്നെ മെഡിസിറ്റി എന്ന് പറയുന്ന വലിയൊരു പ്രൈവറ്റ് ആശുപത്രി, അവിടേക്ക് കൊണ്ടുപോകും. അവിടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ ഈ മുറിവ് കണ്ടിട്ട്
വേണ്ട രീതിയിലുള്ള ചികിത്സ ഡ്രസ്സ് ചെയ്യുന്നു, മരുന്ന് വെക്കുന്നു, ഇത് പുറത്താരെയും കാണിക്കരുതെന്ന് പറയുന്നു. വാക്സിൻ കൊടുത്തോ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ അമ്മ പറയുന്നത് വാക്സിൻ കൊടുത്തു. കാരണം സർക്കാർ ആശുപത്രിയിൽ വാക്സിൻ കൊടുത്തതാണ്. കൃത്യം 90 ദിവസങ്ങൾക്കപ്പുറം ആ കുട്ടിയിൽ അതികഠിനമായ ചൂട്, മുറിവൊക്കെ ഉണങ്ങി, സ്കൂളിൽ പോയി തുടങ്ങി, പുസ്തകങ്ങൾ വാങ്ങി, അടുത്ത അധ്യയന വർഷത്തിൽ സ്കൂളിലേക്ക് പോകാനുള്ള സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയ മിടുക്കിയായ നിയമോൾ സാമ്പത്തിക പരാധീനകളിലും ഇട്ടിട്ട് പോയ ഭർത്താവിനെയും ഒക്കെ ഓർത്ത് സങ്കടങ്ങളിലും നാളെ വളർന്നു വരുന്ന 2 കുഞ്ഞുങ്ങളെ ഓർത്ത് ആ കുഞ്ഞുങ്ങളെയും മാറോടണച്ച് ജീവിക്കുന്ന ആ ഉമ്മ, നീയുടെ ചേട്ടൻ, ആ കുടുംബം ഒരു വല്ലാത്ത പ്രതിസന്ധിയാണ് പിന്നീട് 90 ദിവസങ്ങൾക്കപ്പുറം അനുഭവിക്കേണ്ടി വരുന്നത്. കുട്ടിക്ക് ചൂട് കൂടുകയാണ്. കുട്ടിയെ കാണിക്കുന്ന പീഡിയാട്രിഷനെ കാണിച്ചപ്പോൾ പട്ടി കടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം മങ്ങുന്നു. ടെസ്റ്റുകൾ എടുക്കുന്നു. കുട്ടിയെ എസ്യൂറ്റിയിലേക്ക് മാറ്റാൻ ആവശ്യപ്പെടുന്നു. എസ്യൂറ്റിയിലെത്തി കഴിഞ്ഞപ്പോൾ 2-ാം ദിവസം ചൂടോടുകൂടി ആ കുട്ടിയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു പിഞ്ചു പട്ടിക്കുഞ്ഞ്, ഒരു പൊടിക്കുഞ്ഞ് പട്ടിയെ കണ്ടിട്ട് ആ കുട്ടി ഭയന്ന് വിറക്കുന്നു. അപ്പോഴും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. കുഞ്ഞിന് പണ്ടെന്നോ ഫിക്സ് വന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് പനി വന്നാൽ ചൂട് മാറാറില്ല, ആ പനിയാണ് എന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുനടക്കുന്നത്. അവിടെ വെച്ച് സ്ഥിതിഗതികൾ മാറുകയാണ്. കുട്ടിയുടെ കണ്ണ് ചുമക്കുന്നു. കുട്ടിക്ക് ചൂട്, ടെമ്പറേച്ചർ സഹിക്കാൻ പറ്റുന്നില്ല. ഭയം, അകാരണമായ ഭയം. കുട്ടിയെ കാഷ്വാലിറ്റിയിൽ നിന്ന് ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റുമ്പോൾ ആ റൂമിനപ്പുറം തെരുവ് നായ്ക്കളുടെ വലിയ കൂട്ടമാണ്. രാത്രിയാകുമ്പോൾ അതിൻ്റെ കുര കേൾക്കുമ്പോൾ ഈ കുട്ടി പേടിച്ചു ഭയക്കും. അവസാനം തിരിച്ചറിയുകയാണ് കുട്ടിക്ക് ഇപ്പോൾ വിഷബാധയേറ്റു. ശരീരത്തിൻ്റെ 90%, അതായത് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചെയ്ത വാക്സിൻ കുട്ടിയിൽ ഫലം ചെയ്തിട്ടില്ല. ആ കടിച്ച പട്ടിയേക്കാൾ പേയുള്ള, വിഭ്രാന്തിയുള്ള, ക്രൂരരായിരുന്നു അവിടുത്തെ ഡോക്ടർമാരെന്ന് വീണ്ടും പറയേണ്ടി വരും. പുനലൂർ താലൂക്ക് ആശുപത്രി പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിച്ചതാണ്. ജനകീയനായ ഡോക്ടർ ഷഹീൻ ഷായുടെ നേതൃത്വത്തിൽ പുനലൂരിൽ നടത്തിയ വിപ്ലവകരമായ മാറ്റങ്ങൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല മുഴുവൻ ചർച്ച ചെയ്തതാണ്. വേതനരഹിത പ്രസവം അടക്കമുള്ള പദ്ധതികൾ സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുവന്ന ആശുപത്രിയാണ് ഈ പറയപ്പെടുന്ന പുനലൂർ താലൂക്ക് ആശുപത്രി. പക്ഷേ അവിടെ സാധാരണക്കാരന് ആവശ്യമായ സേവനം ലഭിക്കുന്നില്ല എന്നുള്ളത് 100% സത്യസന്ധമാണ്. നാണമില്ലേ എന്ന് വീണ ജോർജിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കേണ്ടി വരും. പിണറായി വിജയൻ്റെ മുഖത്ത് ചോദിക്കേണ്ടി വരും. വോട്ട് ചോദിച്ചു വരുന്ന ഒരു CPM-കാരൻ്റെയും മുഖത്ത് നോക്കി ചോദിക്കേണ്ടി വരും. ആ അമ്മയുടെ വീട്ടിൽ എങ്ങനെയാണ് ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ വികസന രേഖയുമായിട്ട് നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ പറ്റുക? ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ 1 എന്നൊരു വാചകം അവിടെ ഉണ്ടെങ്കിൽ ആ അമ്മ കാക്കിച്ചു തുപ്പും. പക്ഷെ അവരുടെ സംസ്കാരം കൊണ്ടത് ചെയ്യില്ലായിരിക്കും. 90-ാം ദിവസം കുട്ടി മരണപ്പെട്ടാണ്. 90 ദിവസങ്ങൾക്കപ്പുറം കുട്ടിയുടെ ബർത്ത്ഡേ ദിവസം കേക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം പട്ടി കടിച്ചതാണല്ലോ, ഇപ്പോഴേ വേണ്ട എന്ന് വിചാരിച്ചു. ഡോക്ടർ പറയുന്നു അവൾക്കുള്ള അവസാനത്തെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധിച്ചു കൊടുക്കാൻ. ഉമ്മയുടെ സഹോദരിയോട് പറയുന്നത്, നീ വരുമ്പോൾ എനിക്കൊരു ഇഷ്ടം കേക്ക് മേടിച്ചിട്ട് വരണം എൻ്റെ മകൾക്ക് കൊടുക്കാൻ. ആ കേക്ക് വായിലേക്ക് വെച്ച് കൊടുക്കുക. കുഞ്ഞു പറയുന്നത്, ഒന്നിനും സ്വാദില്ലമ്മേ. പതുക്കെ 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 എല്ലാവരെയും മറക്കുന്നു, എല്ലാവരോടും പേടി, എല്ലാവരോടും ദേഷ്യം. അവസാനം സ്വന്തം ഉമ്മയെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ആ കുട്ടി കടന്നു പോകുന്നു. ഇതാരാ മോളെ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ മാമിയാണ് എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് പോകും. 7 വയസ്സുള്ളൊരു പിഞ്ചു കുഞ്ഞ് മുറ്റത്ത് കളിച്ചത് ആരാണ് പ്രശ്നക്കാർ? സിസ്റ്റം. വീണ ജോർജിൻ്റെ ഭാഷയിൽ പറഞ്ഞ സിസ്റ്റം ശരിയല്ല സുഖാവേ, സിസ്റ്റം ശരിയല്ല. കുട്ടി മരണപ്പെട്ടു. ആശുപത്രിയിലേക്ക് ഒരേ വണ്ടിയിൽ പോയ ഉമ്മയെയും കുഞ്ഞിനെയും 2 വണ്ടികളിലാക്കി കൊണ്ടുവരികയാണ്. കുഞ്ഞിൻ്റെ മയ്യത്ത് പള്ളിപ്പറമ്പിലേക്കും ആ ഉമ്മ ഷീറ്റിട്ട് മറച്ച ആ ചെറിയ വീട്ടിലേക്കും. അമ്മയുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ കുട്ടിയുടെ വീട്ടിലിപ്പോൾ പുതിയ വീടൊക്കെ മാതൃഭൂമി എന്തോ പണിയാൻ വേണ്ടിയിട്ട് കുറ്റിയടിച്ചു. ആ കുട്ടിയുടെ വീട്ടിൻ്റെ ഹോളിൽ, ബെഡ്റൂമുകളില്ലാത്ത ആ വീടിൻ്റെ ഹോളിൽ ഒരു കട്ടിലിൽ ആ മകൻ്റെയും ഈ മകളുടെയും പാഠപുസ്തകങ്ങളൊക്കെ അടുക്കി വെച്ചതിൻ്റെ അപ്പുറത്തൊരു ടെഡി ബെയർ, ഒരു പഴയ ടെഡി ബെയറുണ്ട്. അമ്മ കരഞ്ഞുകൊണ്ട് പറയും, അതെൻ്റെ മോൾ കളിച്ചുകൊണ്ടിരുന്ന ടെഡി ബെയറാണ്, ഇപ്പോൾ അവന് കൂട്ടായി അത് മാത്രമേ ഉള്ളൂ എന്ന്. അവരാണ് ആ 24-ൽ വന്നിരുന്ന വൈകാരികമായി സംസാരിക്കുന്നത്. പട്ടിയെ കണ്ടാൽ ഇനിയും ഞാൻ കൊല്ലും സാർ എന്ന് പറഞ്ഞപ്പോൾ പട്ടി സ്നേഹികൾ അവരെ ട്രോളി. ഒരു പട്ടിയെ കൊല്ലുമെന്നല്ല പറഞ്ഞത്. പട്ടി ഒരാളെ ആക്രമിക്കേണ്ടി വന്നാൽ പട്ടിയെ കൊല്ലണം. നൊന്തുപെറ്റ വയറിൻ്റെ വേദന ആർക്കാണ് സാർ മനസ്സിലാവുക? അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ പട്ടികളെ പെറ്റ അമ്മമാർക്ക് വേദനയില്ലേ എന്നുള്ളത്. വൈകാരികമായ തലങ്ങൾ അവർക്കുമുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ആർക്കാണ് ഇമ്പോർട്ടൻറ്റ്? വലിയ പട്ടി സ്നേഹികൾ അല്ലെങ്കിൽ വലിയ മൃഗസ്നേഹികൾ നിങ്ങൾക്ക് നേരെ ഒന്ന് പാഞ്ഞെടുക്കുമ്പോൾ തീരും. ആ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വാചകം കൂടിയുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഈ അനുഭവം വരുമ്പോഴേ നിങ്ങൾ പഠിക്കൂ എന്ന വാചകം ഞാൻ പറയില്ല സാറേ. കാരണം അതിൻ്റെ വേദന എനിക്ക് നന്നായി അറിയാതെ മറ്റാർക്കും സംഭവിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം.
എന്നുള്ളത്. നിയമോള് പോയി. ആ അമ്മ വിവരാവകാശങ്ങൾ പലതവണ എഴുതി. എന്തിനാണ്? ആ സർക്കാർ ആശുപത്രിയിൽ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ, സാരി ഉടുത്തു വന്ന ആ ഡോക്ടർ എൻ്റെ കുഞ്ഞിന് വാക്സിൻ എടുത്തു എന്ന് എന്നോട് കള്ളം പറഞ്ഞ, എൻ്റെ കുഞ്ഞിനെ നോക്കാതെ പോയ, എൻ്റെ കുഞ്ഞിൻ്റെ മരണത്തിന് കാരണക്കാരിയായ ആ ഡോക്ടർ ആരാണെന്നറിയാൻ വേണ്ടി സിസ്റ്റം ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച ഒരു വിഷയം ചർച്ചയായപ്പോൾ എല്ലാത്തിനെയും. ആ ദിവസം തന്നെ വിവരാവകാശത്തിലൊക്കെ അന്ന് ഡ്യൂട്ടിയിൽ 4-5 ഡോക്ടർമാരുണ്ടായിരുന്നു, അതുകൊണ്ട് വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് മറുപടി. പിന്നെ എന്തിനാണ് സാറേ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ്? നിങ്ങൾക്കറിയില്ലേ, നിങ്ങളുടെ സിസ്റ്റത്തിൽ, നിങ്ങളുടെ ആശുപത്രിയിൽ ആ ദിവസം ജോലി ചെയ്ത ഉദ്യോഗസ്ഥരുടെ പേര് വിവരം അറിയില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം. മെഡിക്കൽ സൂപ്രണ്ടും ആ ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്ന മന്ത്രിയും ഈ സർക്കാരും. ഒരു കുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ അതിനെ ഇരയാക്കിക്കൊണ്ട് വോട്ട് തണ്ടാൻ പോകുമല്ലോ, പോകില്ലേ? ഈ കുട്ടിയെ കൊന്നതല്ലേ, കുട്ടിയെ കൊന്നതാണ്. ആ മരണത്തിന് ആരാണ് മറുപടി പറയുക? 7 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മരണത്തിന് ആര് മറുപടി പറയും? ആ അമ്മ ഇപ്പോഴും വിവരാവകാശം വഹിച്ചും സമരങ്ങൾക്ക് പ്രതിഷേധങ്ങളും ഒക്കെയായി മുന്നോട്ട് പോവുകയാണ്. ചെറുപ്പക്കാരിയായൊരമ്മ. അവർ ചോദിക്കുക, എൻ്റെ മകളെ തിരിച്ചു കിട്ടില്ല, നാളെ ഒരു കുഞ്ഞിനും ഇങ്ങനെ സംഭവിക്കരുത്. ആരെയാണ് കുറ്റം പറയേണ്ടത് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല. ആരാണ് തൻ്റെ കുഞ്ഞിൻ്റെ മരണത്തിന് കാരണം? ആ പട്ടിയാണോ? അപ്പോഴും അമ്മയ്ക്ക് മറുപടി ഉണ്ട്, ആ പട്ടിയല്ല. കാരണം ആ പട്ടിക്കൊരു അസുഖം വന്നു. എന്തോന്നു? പട്ടിക്ക് പേ ഉണ്ടായിരുന്നു, പട്ടിയിൽ വൈറസ് ബാധിതയായിരുന്നു. ആ പട്ടി ഭ്രാന്തമായ അവസ്ഥയിൽ വന്ന് എൻ്റെ കുഞ്ഞിനെ കടിച്ചതാണ്. ആ പട്ടിയെ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പേ വിഷബാധ പടരാതിരിക്കാൻ തെരുവ് നായ്ക്കൾക്ക് വാക്സിൻ എടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഉത്തരവാദിത്തമല്ലേ? തെരുവ് നായ പെറ്റുപെരുകാതിരിക്കാൻ ബന്ധികരിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? തദ്ദേശ സ്വയംഭരണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമല്ലേ? പട്ടികടിയുമായ ഒരു കുഞ്ഞ്, പട്ടികടിയേറ്റൊരു കുഞ്ഞോ മുതിർന്നോ ആരോ ആട്ടെ, രക്തമൊലിപ്പിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് വേണ്ട ശുശ്രൂഷകൾ കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ആരോഗ്യവകുപ്പിൻ്റെ ഉത്തരവാദിത്തമല്ലേ? അതെ. ചെയ്തിട്ടില്ല. സിസ്റ്റം ഫെയിലിയറാണ് സാർ. ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല. എന്നിട്ടും പറയുകയാണ് ഞങ്ങൾ നമ്പർ. നിങ്ങൾ ഈ തള്ളൊക്കെ എവിടെ കൊണ്ട് അവസാനിപ്പിക്കും? ആ അമ്മയുടെ കണ്ണുനീരിന് മുന്നിൽ നിങ്ങളുടെ തള്ളിരുന്ന ഒരു വിലയിൽ സഖാവെ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആ അമ്മയ്ക്ക് നീതി ലഭിക്കുന്നു. എന്ത് നീതിയാണ്? കുഞ്ഞിനെ തിരിച്ചു കിട്ടില്ല. അമ്മ പറയാണ്, മുറിവേറ്റ കൈ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ സാറേ മുറിച്ചു മാറ്റാൻ ഞാൻ പറഞ്ഞേനെ. കാരണം കൈയില്ലാത്ത എത്രയോ കുഞ്ഞുങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നു. ജീവനേക്കാൾ വലുതല്ലല്ലോ കൈ. അവരുടെ ജീവിതത്തിൽ വെത്താണിയല്ലേ നഷ്ടപ്പെട്ടു പോയത്.